ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തിരുവല്ല സ്വദേശി രഞ്ജിത എന്ന പേരുള്ള ഒരു മലയാളി ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അത് സ്ഥിരീകരിക്കാനായിട്ടില്ല. അതേ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അജിൻഷാദ്, അത്തരത്തിലുള്ള സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നില്ല. ഈ യാത്രക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പട്ടിക അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ഈ പേരുകൾ വെച്ചുകൊണ്ട് നമുക്ക് അനുമാനിക്കാനാകുന്നത് 2 മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു സ്ഥിരീകരിക്കാത്ത വിവരമാണ്. എന്തായാലും അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം എത്രത്തോളം ആളുകൾ മലയാളികൾ അടക്കമുണ്ട്. കാരണം 242 ക്രൂ മെമ്പേഴ്സ് അടക്കം 242 പേരാണ് യാത്രാ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പേർ കേരളത്തിൽ നിന്നുണ്ട് എന്നതടക്കമുള്ള ഒരു വിശദമായിട്ടുള്ള പഠനം നടത്തിയാൽ മാത്രമേ അത് നമുക്ക് കണ്ടെത്താനാവുകയും ചെയ്യുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിൽ സ്ഥിരീകരിക്കാവുന്ന ഒരു വാർത്ത ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനാകുന്നത്. എന്തായാലും നിരവധിയായിട്ടുള്ള ആളുകൾ ഈ അപകടത്തിൽ പെടുകയും പിന്നീട് ഈ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലും അതോടൊപ്പം മറ്റു മേഖലകളിലുള്ള ആശുപത്രികളിലേക്കുമാണ് ഈ പരിക്കേറ്റവരെ പ്രധാനമായും എത്തിച്ചിരിക്കുന്നത്. രാജ്യത്തെ തന്നെ നടുക്കിക്കൊണ്ടുള്ള ഒരു അപകടമാണ്, ഒരു ആകാശ ദുരന്തം തന്നെയാണ് അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ളത്. വിമാനത്തിൽ 53 ബ്രിട്ടീഷ് പൗരന്മാരും പോർച്ചുഗലിൽ നിന്നുള്ള 7 പൗരന്മാരും ഒരു കനേഡിയൻ പൗരനുമുണ്ട്. അതോടൊപ്പം 169 ഇന്ത്യക്കാരുമുണ്ട്. ഈ 169 ഇന്ത്യക്കാരിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്, കേരളത്തിൽ നിന്ന് അടക്കമുള്ള ആളുകളുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ എത്ര ആളുകളുണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്, സ്ത്രീകളാണോ പുരുഷന്മാരോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനിയും പരിശോധിച്ചു വരേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത ഇതുവരെ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടില്ല. എന്തായാലും 169 ഇന്ത്യക്കാരാണ് ഈ യാത്രാ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. മറ്റു വിദേശികൾ ഈ യാത്രാ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ എയർ ഇന്ത്യയും അതോടൊപ്പം വിമാനത്താവള അധികൃതരും പുറത്തുവിട്ടിരിക്കുകയാണ്.